മലപ്പുറം പ്രസ് ക്ലബിന്റെ ഗീത ലീഡർ പ്രോഗ്രാമിൽ ഇന്നത്തെ നമ്മുടെ വിജയാർത്ഥികളുടെ കേരളത്തിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനാണ്. അദ്ദേഹത്തെ മലപ്പുറത്തെ മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി മലപ്പുറത്തെ കേരള പത്രപ്രവർത്തക യൂണിയന് വേണ്ടി ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മുടെ മലപ്പുറം പ്രസ് ക്ലബിന്റെ പല വിവിധ പ്രോഗ്രാമുകളിൽ കഴിഞ്ഞ ഓണാഘോഷം ഉൾപ്പെടെയുള്ള ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വിജയത്തിനുണ്ട്. ഇത്രയും തിരക്ക് പിടിച്ച ഈ സമയത്ത് എത്തിച്ചേർന്ന അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ വീണ്ടും കൂടി സ്വാഗതം പറയുന്നു. മലപ്പുറത്തെ DCCയുടെ പ്രസിഡന്റ്, മലപ്പുറത്തെ പത്രപ്രവർത്തകരുമായി ഏറെ അടുപ്പം കൊടുക്കുന്ന DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നുള്ള കേരള പത്രപ്രവർത്തക യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ, മലപ്പുറം പ്രസ് ക്ലബിന്റെ വൈസ് പ്രസിഡന്റ് ജെ ഗന്ധി, സെക്രട്ടറി പി അഫ്താബ്, സംസ്ഥാന മുഖ്യനായ പ്രജോഷ് കുമാർ കല്ലായി ഉൾപ്പെടെ കർഷകർ പി അഖിലൻ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ മാധ്യമപ്രവർത്തകരെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് മഹേഷ് കുമാർ ക്ഷണിക്കുന്നു. നമസ്കാരം. നമ്മുടെ ഈ പരിപാടിയിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് പുറമെ DCC അധ്യക്ഷൻ ശ്രീ VS ജോയി, ശ്രീ അജുവേട്ടൻ, ശ്രീ KP നൗഷാദ് അലി, നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും തിരക്കിലേക്ക് പോവുകയാണ്. നാളെ തെക്കൻ ജില്ലകളിലെ പ്രചാരണം അവസാനിക്കുകയാണ്. ഇനി 3 ദിവസം കൂടിയാണ് നമുക്ക് പരസ്യ പ്രചാരണത്തിനുള്ളത്. അപ്പം ജില്ലകളിൽ നിന്നുള്ള ജില്ലകളിലേക്കുള്ള ഓട്ടത്തിലാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി ചുമതല ഏറ്റെടുത്ത ശേഷം ഈ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ മാനേജ്മെന്റിൽ അദ്ദേഹം വലിയ വിദഗ്ധനാണെന്ന് പലപ്പോഴും അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. സ്ട്രൈക്ക് റേറ്റ് നോക്കിയാൽ, ഇലക്ഷന്റെ സ്ട്രൈക്ക് റേറ്റ് നോക്കിയാലൊക്കെ വളരെ മുന്നിലാണ്. ഒപ്പം അനുഭവ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മള് ഈ ഇലക്ഷൻ മാനേജ്മെന്റിൽ അദ്ദേഹം സമീപകാലത്ത് നിലമ്പൂര് അടക്കം, നിലമ്പൂര് നമ്മൾ തുടർച്ചയായിട്ട് നമ്മുടെ ജില്ലയിലെ മാധ്യമപ്രവർത്തകര് റിപ്പോർട്ട് ചെയ്തതാണ്. അവിടെയൊക്കെ ആ മുഴുവൻ ദിവസങ്ങളിലും അദ്ദേഹം നിന്ന് ഈ പ്രചാരണത്തിന് നേതൃത്വം നൽകിയായിരുന്നു. വായനയിലാണെങ്കിലും ഒപ്പം അദ്ദേഹത്തിന്റെ അറിവൊക്കെ സഭയ്ക്കകത്തും പൊതുസമൂഹത്തിനൊക്കെ ഗുണപരമായിട്ട് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ജില്ലയിലും ഏറ്റവും നമ്മുടെ പ്രസ്തവവുമായി ബന്ധപ്പെട്ട നിസാർ സൂചിപ്പിച്ചതുപോലെ എല്ലാ പരിപാടിയിലും അദ്ദേഹം സഹായിക്കാറുണ്ട്. ഏറ്റവും ഒടുവിൽ നടന്ന ഓണാഘോഷ പരിപാടിയിൽ അദ്ദേഹം അതിഥിയായിട്ട് എത്തിയിരുന്നു. പത്രപ്രവർത്തക യൂണിയന്റെ സംസ്ഥാന തലത്തിലുള്ള എല്ലാ പരിപാടികളിലും അദ്ദേഹം എത്താറുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ അതിഥിയായി എത്തിയിട്ടുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ഒരു പൊതുചിത്രം ആദ്യം അദ്ദേഹം പറയും. അതിനുശേഷം നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഏറ്റവും പ്രിയപ്പെട്ട പ്രസ് ക്ലബ് പ്രസിഡന്റ്, മറ്റ് ഭാരവാഹികളെ, സഹപ്രവർത്തകരെ, മാധ്യമ, ഒരിക്കൽ കൂടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മലപ്പുറം പ്രസ് ക്ലബിൽ വിളിച്ച പ്രസ് പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പുള്ള നിങ്ങളെല്ലാം വിശേഷിപ്പിക്കുന്നത് പോലെയുള്ള ഒരു സെമി ഫൈനലാണ്. ഞാൻ ഇന്നത്തെ കൂടി 12 ജില്ലകളിൽ എന്റെ പര്യടനം പൂർത്തിയാക്കി. നാളെ വയനാടും മറ്റന്നാൾ കോഴിക്കോട് ആകുമ്പോൾ 14 ജില്ലകളും പൂർത്തിയാവും. വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് UDF നിൽക്കുന്നത്. കാരണം നല്ല തിരിച്ചുവരവ്, ഉജ്ജ്വലമായൊരു തിരിച്ചുവരവ് UDF ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിന് ഒന്നാമത്തെ കാര്യം സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ ഒരു ജനവികാരം. അത് വീടുകളിൽ കയറിയ സ്ഥാനാർത്ഥികളിൽ നിന്നും പാർട്ടി പ്രവർത്തകരിൽ നിന്നും ഞങ്ങളത് ഒരു ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ ഒരു കാലത്തും കാണാത്ത തരത്തിലുള്ള സർക്കാരിനോടുള്ള പല കാരണങ്ങൾ കൊണ്ടുള്ള വിവിധ ജനവിഭാഗങ്ങൾക്കുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ. രണ്ടാമത്, സാധാരണ പതിവില്ലാത്തതില്ല, ഞങ്ങൾ നല്ല മുന്നൊരുക്കമായി തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഒരു കൊല്ലം മുമ്പ് തന്നെ എല്ലാ വാർഡ് കമ്മിറ്റികളും രൂപീകരിച്ചു, വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു,
ഞങ്ങൾ റൗണ്ട് ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തി, കുടുംബ സംഗമനം നടത്തി, ഞങ്ങൾ സജ്ജമായി. പിന്നെ പൊതുവെ UDF ഘടകകക്ഷികൾ തമ്മിലുള്ള തർക്കങ്ങളില്ല. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, മലപ്പുറത്തൊക്കെ സാമ്പാർ മുന്നണിയും പറ്റുന്നില്ല. ഈ പ്രാവശ്യം എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം റിബൽ സ്ഥാനാർത്ഥികളൊക്കെ വളരെ കുറവാണ്, 10 പോലും ഇല്ല. പുതിയൊരു പ്രതിഭാസം ഒരിക്കലും കാണാത്ത കേരള പാർട്ടികളിലാണ് ഇപ്പോ റിബൽ ശല്യം. CPM-ലേക്ക് സംസ്ഥാന വ്യാപകമായി നിരന്തരമായ റിബൽ ശല്യമാണ്. അപ്പൊ ഞങ്ങൾ ഈ ഗവൺമെന്റിനെതിരായി ഉന്നയിച്ച കുറ്റപത്രം അത് ഗൗരവതരമായി എല്ലാ ഫീൽഡിലും ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഇപ്പൊ ശബരിമല വിഷയം ഞങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി ഉയർത്തിക്കൊണ്ടുവന്നൊരു വിഷയമാണ്. അതിപ്പോഴും അത് അന്തരീക്ഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നു. കാരണം ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ വാതിലും കട്ടളയും ദ്വാരപാലക ശില്പവും അടക്കം മോഷ്ടിച്ച കവർന്നെടുത്ത ഒരു വലിയ സംഭവമാണ്. കേരളം തന്നെ അമ്പരന്ന് നിൽക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തരായ 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, സമുന്നതരായ 2 CPM നേതാക്കൾ ജയിലിലാണ്. അവർക്കെതിരായി നടപടി സ്വീകരിക്കാൻ പോലും ഇതുവരെ CPM തയ്യാറായിട്ടില്ല. CPM-ന് അവരെ പേടിയാണ്. മുൻ MLA-യും ജില്ലാ തലത്തിലെ ഉയർന്ന നേതാവുമാണ് ഒരാൾ. നടപടി എടുക്കാൻ പറ്റുന്നില്ല. അയ്യപ്പന്റെ സ്വന്തം കവർന്നെടുത്തു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തെളിവുകൾ സഹിതം അന്വേഷിച്ച് കണ്ടുപിടിച്ച് കോടതിയിൽ ഹാജരാക്കി, കോടതി റിമാൻഡ് ചെയ്ത പ്രതികളെ പോലും, ഇത്രയും ഗുരുതരമായ ഒരു കുറ്റകൃത്യം ചെയ്ത പ്രതികൾക്കെതിരായി സംഘടനാപരമായ നടപടികളെടുക്കാൻ പോലും CPM ഭയപ്പെടുക. എന്നിട്ട് എടുക്കില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ എടുക്കില്ല, കാരണം അവരിനി പുതിയ നേതാക്കളുടെ പേരുകൾ വെളിപ്പെടുത്തുമോ എന്നുള്ള ഭയമാണ് CPM. ഗവൺമെന്റ് ഇതിന് കുടപിടിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ തന്നെ SIT-യുടെ മീതെ അതിശക്തമായ സമ്മർദ്ദമുണ്ട്. തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. SIT കഴിഞ്ഞ കുറച്ചു ദിവസമായിട്ട് ഒരു ഫംഗ്ഷനിങ് അല്ല. ഇല്ലെങ്കിൽ മുൻ മന്ത്രി, ദേവസ്വം മന്ത്രി കനകപ്പള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ട സമയം അതിക്രമിച്ചു. അപ്പോ SIT ഹൈക്കോടതി രൂപീകരിച്ച ഹൈക്കോടതി രൂപീകരിച്ചാണെങ്കിലും സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അവരുടെ മീതെ ഒരു അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തി ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത്, അല്ലാതെ നിൽക്കില്ല, അത് കഴിയുന്നത് വരെ മാറ്റിക്കൊടുക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അപ്പോ ശബരിമലയിലെ കേസിൽ, സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിലായ CPM നേതാക്കന്മാരുടെ ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഇനിയും ഒരുപാട് പ്രധാനപ്പെട്ട നേതാക്കൾ വരും. കഴിഞ്ഞ ദിവസം ജാമ്യം നിഷേധിച്ചുകൊണ്ട് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് 1 തോക്ക്, ഇതിന്റെ പുറകിൽ ബിഗ് ഗൺസ് എന്നുള്ള വാക്കാണ്. ഉണ്ണികൃഷ്ണൻ പൊറ്റിയുമായിട്ടുള്ള ബന്ധമുള്ള 1 തോക്കുകൾ ഇനിയുണ്ട്. അവരും അന്വേഷണത്തിന്റെ പരിധിയിൽ വരണം എന്ന് ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഗവൺമെന്റിന്റെ ഒരു വലിയ സംഭവം. അത് വളരെ ഗൗരവമാണ്. പിന്നെ സംസ്ഥാനം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. 10 മാസമായി ആരോഗ്യ കേരളം വെന്റിലേറ്ററാണ്. സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നു തരിപ്പണമായി. കാർഷിക മേഖല തകർന്നു. വിദ്യാഭ്യാസ മേഖലയിൽ അനിശ്ചിതത്വമാണ്. പട്ടികജാതി പട്ടികവർഗക്കാരുടെ ഫണ്ടുകൾ വെട്ടിക്കുറയ്ക്കുന്നവരുടെ ഗ്രാസ് പോലും കൊടുക്കുന്നില്ല. മത്സ്യത്തൊഴിലാളികളുടെ രൂക്ഷമായ പ്രശ്നങ്ങളുണ്ട്. മലയോരത്ത് താമസിക്കുന്നവരെ വന്യജീവികൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്, വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അങ്ങനെ കേരളത്തിലെ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾക്ക് അതിശക്തമായ പ്രതിഷേധം ഗവൺമെന്റിനോട് നിലനിൽക്കുന്നു എന്ന് യാഥാർത്ഥ്യമാണ്. അപ്പോ 2ാമത്തെ വിഷയം, ഇന്നലെ വീണ്ടും കൊല്ലം ജില്ലയിൽ കൊട്ടിയത്ത് ഹൈവേ തകർന്നു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് ഒരാൾ വാഹനത്തിന് വീതിമീൻ ഒരാൾ മരിച്ചത്. മലപ്പുറത്ത് ഇതുപോലെ ഉണ്ടായി. സംസ്ഥാനത്ത് വ്യാപകമായി ഹൈവേ നിർമ്മാണത്തിലിരിക്കുന്ന ഹൈവേ തകർന്നു വരികയാണ്. ഒരു കംപ്ലൈന്റും സംസ്ഥാന ഗവൺമെന്റിനില്ല. സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെയോ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുടെയോ മുൻപാകെ ഒരു പരാതിയില്ല. അപ്പൊ റീലിട്ട് നടക്കുന്ന ആളുകൾക്ക് ഉത്തരവാദിത്തമില്ലേ? ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഓടി കഴിഞ്ഞ കുറെ നാളുകളായി നടക്കുന്ന ആളുകൾക്ക് ഈ വ്യാപകമായി തകർന്നു വീഴുന്ന ഈ പാലങ്ങളുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തമില്ല. മനുഷ്യന്റെ ജീവനാണ്. ഇന്നലെ ആ കുഞ്ഞുങ്ങൾ, 36 കുഞ്ഞുങ്ങൾ, സത്യത്തിൽ നമ്മുടെ ശ്വാസം നിന്നുപോയി. ഇത് വാർത്ത കേട്ടപ്പോ സ്കൂൾ ബസ് അതിന്റെ 36 കുഞ്ഞുങ്ങളുടെ ജീവൻ ദൈവത്തിന്റെ കൃപ കൊണ്ട് രക്ഷപ്പെട്ടാണ് ഇന്നലെ. അപ്പൊ അതിലൂടെ നമ്മളെല്ലാവരും സഞ്ചരിക്കുന്നതിലൂടെ എല്ലാവരുടെയും ജീവൻ അപകടത്തിലാണ്. യാതൊരുവിധ സേഫ്റ്റി പ്രൊസീജിയറും ഇല്ലാതെ അഴിമതിയുടെ നിർമ്മിതിയാണ് ഈ ഹൈവേയുടെ നിർമ്മാണത്തിൽ നടന്നത്. അത് സംസ്ഥാന ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും അക്കാര്യത്തിൽ ഒരുപോലെ പങ്കുണ്ട്. തകർന്നു വീഴാത്ത പാലാരിവട്ടം പാലം പഞ്ചവടി പാലമാണെന്നും പറഞ്ഞ് ഇല്ലാത്ത ബിസിനസ് കേസ് ഉണ്ടാക്കിയ ആളുകളാണ്.
കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അന്ന് ജയിലിൽ പോയത് അന്നത്തെ മന്ത്രി. തകർന്നൊന്നും വീണില്ലല്ലോ പാലാരിവട്ടം പാലം. ഒരു തകർച്ച ഉണ്ടായില്ല പാലാരിവട്ടം പാലം. എന്നിട്ട് അത് പഞ്ചവടി പാലമാണെന്ന് പറഞ്ഞ് 6 മാസം പ്രചരണം നടത്തിയ ആളുകൾ കേരളം മുഴുവൻ ഈ ഹൈവേ തകർന്നു വീഴുവാണ്. വ്യാപകമായി 150 സ്ഥലത്താണ് ഇപ്പോ ഹൈവേ പാലിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കംപ്ലൈന്റും ഇല്ല. രണ്ടുപേരും കൊണ്ട് ഒത്തുകൂടിയിരിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ്. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയാണെങ്കിൽ പിണറായി വിജയന് BJP-യുമായിട്ടുള്ള ഒരു പാലമാണ്. ഇപ്പൊ ഒരു പാലം പുതിയതുണ്ടായി, ജോൺ ബ്രിട്ടാസിന്റെ പാലം ഉണ്ടായി. അതിനു മുമ്പ് നേരത്തെ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പാലമാണ് നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന ആ മന്ത്രി. ഇതെല്ലാം നടക്കുന്നത്. മുഖ്യമന്ത്രി ഇപ്പോ പത്രസമ്മേളനത്തില് ഒക്കെ പറഞ്ഞിട്ട് BJP കൂട്ടുകെട്ടിനെയൊക്കെ പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുന്നിൽ കുഞ്ഞു നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളം. അവരെ എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും ഒപ്പിടും. അങ്ങനെ PM ശ്രീ ഒപ്പിട്ടത് പോളിറ്റ് ബ്യൂറോ അറിഞ്ഞില്ല, സെക്രട്ടേറിയറ്റ് അറിഞ്ഞില്ല, സംസ്ഥാന കമ്മിറ്റി അറിഞ്ഞില്ല, ക്യാബിനറ്റ് അറിഞ്ഞില്ല, ഇടതുമുന്നണി അറിഞ്ഞില്ല. PM ശ്രീയിൽ ഒപ്പുവെച്ചത്. അമിത്ഷായും നരേന്ദ്രമോദി എവിടെ ഒപ്പുവെക്കാൻ പറഞ്ഞാലും അവിടെ ഒപ്പുവെക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJP CPM ബാന്ധവം ഞങ്ങൾ തൃശൂർ ഇലക്ഷനിൽ ആരോപിച്ചതാണ്. കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ആരോപിച്ചതാണ്. ഇതെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നു. ഇപ്പൊ പുതിയൊരു കാര്യം പറയാം. ജമാഅത്ത് ഇസ്ലാമികൾക്ക് UDF കൂട്ടുകൂടി. ഞങ്ങൾക്ക് ഒരു കാലത്തും ജമാഅത്ത് ഇസ്ലാമികൾക്ക് ഞങ്ങൾക്ക് ഒരു കാലത്തും ഒരു ബന്ധം ഉണ്ടായില്ല. മുഖ്യമന്ത്രിയെ പോലത്തെ ഒരാൾ വന്നു ഇത്രയും ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ഒരു കാലത്തും ഞങ്ങൾ അവരുടെ പിന്തുണ തേടി പോയിട്ടില്ല. ഞങ്ങൾക്ക് അവരുടെ പിന്തുണ ആവശ്യമില്ല എന്നാണ്. 1977 മുതലാണ് ജമാഅത്ത് ഇസ്ലാമി ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ്. അന്നത്തെ തെരഞ്ഞെടുപ്പിൽ അന്ന് CPM-നാണ് ജമാഅത്ത് ഇസ്ലാമി പിന്തുണ. പിന്നീടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും 2019 വരെ, അതായത് 42 വർഷക്കാലം അവർ LDF-ന്റെ കൂടെ, CPM-ന്റെ കൂടെ. എന്നിട്ട് മുഖ്യമന്ത്രി വന്നു ഞങ്ങൾക്ക് ഒരു കാലത്തും ബന്ധം ഉണ്ടായിട്ടില്ല എന്ന് പറയും. ഇത് 1996 ഏപ്രിൽ 22-ാം തീയതിയിലെ ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ദേശാഭിമാനിയാണ്. അതിൽ തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായ 2 തീരുമാനങ്ങൾ. അതായത് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് LDF-ന് പിന്തുണ കൊടുത്തു. രണ്ടാമത് ക്രിസ്തീയ പുരോഹിതന്മാരുടെ ഈ അഭ്യർത്ഥന വന്നതിന്റെ തൊട്ടുപിറകെയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ കേരള ഘടകത്തിന്റെ തീരുമാനവും പുറത്തു വന്നത്. അതായത് വരുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ LDF സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്യാൻ ആണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അത് എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് സ്വന്തം ഉത്തമ താല്പര്യങ്ങളും അടിസ്ഥാനപരമായ ലക്ഷ്യങ്ങളും സംരക്ഷിക്കാൻ ഒക്കെയുള്ളതും ശരിയാമെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ളത് തന്നെയാണ് ആ തീരുമാനം. മേൽ വിവരിച്ച 2 തീരുമാനങ്ങൾ രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ രാഷ്ട്രീയ അടിത്തറ തീർച്ചയായും കൂടുതൽ ശക്തവും വ്യക്തമാണ്. അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ രാഷ്ട്രീയ അടിത്തറ വർദ്ധിപ്പിക്കുമെന്ന് ദേശാഭിമാനിയുടെ എഡിറ്റോറിയലാണ്. ഇനി അന്നത്തെ അമീർ, അതായത് മുഖ്യമന്ത്രി, അന്നത്തെ പാർട്ടി സെക്രട്ടറി നേരിട്ട് സംസാരിക്കുകയാണ്. ഫോട്ടോ ഒരു ബന്ധമില്ല എന്ന് ഇന്ന് രാവിലെ കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ ശ്രീ പിണറായി വിജയൻ തമ്മിൽ സംസാരിക്കുന്നതാണ്. ഞാൻ ശ്രീ പിണറായി വിജയനോട് ചോദിക്കുന്നു, ജമാഅത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനമായ ഹിറ സെന്ററിൽ താങ്കളും CPM നേതാക്കന്മാരും എത്രയോ പ്രാവശ്യം നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്? ഇനി വേറെ വാർത്ത, രഹസ്യ ചർച്ചയല്ല പിണറായി. അതായത് ജമാഅത്ത് ഇസ്ലാമിയുമായി നടന്നത് രഹസ്യ ചർച്ചയല്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ ഒരനാവശ്യ വിവാദവും ഉണ്ടാക്കേണ്ട കാര്യമില്ല. എന്നാൽ ഒരു കാര്യം വ്യക്തമായി പറയാം, ഞങ്ങൾക്കിടയിലുണ്ടായ അകൽച്ച മാറി. ഞങ്ങളിപ്പോൾ ഒരുമിച്ചാണ്. അതെ, ജമാഅത്ത് ഇസ്ലാമി ഇത് ഒരു കാലത്തും ബന്ധമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഇനി ജമാഅത്ത് ഇസ്ലാമിയുമായി പല വിഷയങ്ങളിലും CPM-ന് യോജിപ്പ്. തോമസ് ഐസക്, ഇതൊക്കെ കേരളത്തിലല്ലേ നടക്കുന്നത്, കാര്യങ്ങളുമോ. ഇനി ദേശാഭിമാനി വീണ്ടും ജമാഅത്ത് ഇസ്ലാമി പിന്തുണ LDF-ന്. ദേശാഭിമാനി പത്രം എന്താണ് കാര്യം? കോൺഗ്രസിന് സാമ്രാജ്യത്വ ശക്തികളുമായി, അതായത് അമേരിക്ക തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങളുമായി കേരളത്തിലെ കോൺഗ്രസിന് ഒരു ദാസ്യ മനോഭാവമാണ് അമേരിക്കയ്ക്ക്. അതിൽ പ്രതിഷേധിച്ച് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ LDF മേടിച്ചിരിക്കുകയാണ്.
ഇനി 2019 കോയമ്പത്തൂരിലെ വിജയി, അതായത് CPM വിജയി ഇലക്ഷൻ കഴിഞ്ഞപ്പോ നടരാജൻ വെൽഫെയർ പാർട്ടി ഓഫീസിൽ നിന്ന് നന്ദി പറയാനിരിക്കുക കേട്ടോ. കോയമ്പത്തൂർ തൊട്ടപ്പുറത്ത്, പാലക്കാട് അപ്പുറത്ത് 2019 പാർലമെന്റ് കോയമ്പത്തൂരിലെ CPM സ്ഥാനാർത്ഥിക്ക് പോളിറ്റ് ബ്യൂറോ മെമ്പറാ പിണറായി വിജയൻ. ഇവിടുത്തെ കാര്യം മാത്രം നോക്കിയാൽ പോലെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെ കാര്യം നോക്കേണ്ട ആളാണ്. തൊട്ടപ്പുറത്ത് കോയമ്പത്തൂര് നടരാജൻ വന്ന് അഭിവാദ്യം ചെയ്യും. ഇനി രാജസ്ഥാനിലെ സിക്കറിൽ വിജയിച്ച CPM സ്ഥാനാർത്ഥി വെൽഫെയർ ഓഫീസിൽ അവിടെ നന്ദി പറയാൻ പോയിരിക്കുക. വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിൽ നന്ദി പറയാൻ പോയിരിക്കുക. ഇതൊക്കെ കേരളം കാണുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി ഒന്ന് ഓർത്താൽ മതി. ഇതെല്ലാവർക്കും അറിയാം. 4 പതിറ്റാണ്ട് കാലം ജമാഅത്ത് ഇസ്ലാമിയുടെ തോളിൽ കൈതൂങ്ങി നടന്ന ആളുകൾ ഇപ്പൊ വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ കൊടുത്തപ്പോ എല്ലാം മാറി. ഇനി SDPI പിന്തുണയോടെ പറപ്പൂരിൽ CPM പ്രസിഡന്റ്. എത്ര വാർത്തയുണ്ട്. ഇനി നിങ്ങളറിയണം PDP, ഇത് നയനാരുടെ കാലത്ത് ഇറങ്ങിയ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കേരള സർക്കാർ ഇറക്കിയ ഒരു ബുക്കാണ്. ആ ബുക്കില് പറഞ്ഞിരിക്കുന്നത് മദനി ആഭ്യന്തര വകുപ്പിന്റെ അവകാശവാദവും കോയമ്പത്തൂരിലുണ്ടായ സ്ഫോടനവും തുടർന്നുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മദനി ഉൾപ്പെടെയുള്ള പ്രതികളെ തമിഴ്നാട് പോലീസിന് കൈമാറി. ഇത് ആഭ്യന്തര വകുപ്പിന്റെ നേട്ടമായിട്ടാണ്. സംസ്ഥാന പോലീസിന്റെ അവസരോചിതവും തന്ത്രപരവുമായ നീക്കങ്ങളിലൂടെ സംഘർഷങ്ങളുടെയും കലാപങ്ങളുടെയും സാഹചര്യങ്ങളെ മുളയിലെ നുള്ളിക്കളയാൻ കഴിഞ്ഞു. അതായത് ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ കലാപം മുഴുവൻ അടിച്ചമർത്താൻ കഴിഞ്ഞു എല്ലാം. എന്നിട്ട് ഈ ആൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് ശംഖുമുഖം ബീച്ചിൽ 1 മണിക്കൂർ കാത്തിരുന്നു ഈ ആൾക്ക് വേണ്ടി. അയാൾ പിണറായി വിജയൻ കാവട്യന് അങ്ങയുടെ കാവട്യത്തിന്റെ പെരിയായാണ് അങ്ങ്. ഇങ്ങനെ ഈ വന്ന് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി വന്ന് ഒരു ബന്ധുവില്ല, കണ്ടിട്ട് പോലുമില്ല. ഏത് ജമാഅത്ത് ഇസ്ലാമി, ഏത് വെൽഫെയർ പാർട്ടി എന്നൊക്കെ പിണറായി വിജയനെ പോലൊരാൾ ചോദിക്കാമോ? നിങ്ങൾ വേറൊരു കാര്യം കൂടി അറിയണം. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ വരെ മുഴുവൻ മത ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്നത്. അന്ന് വ്യാപകമായി എല്ലാ പാർലമെന്റ് ഇലക്ഷന്റെ എല്ലാ ദിവസവും പൗരത്വ രജിസ്റ്ററിനെ കുറിച്ചാണ് പിണറായി വിജയൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. 35ാമത്തെ ദിവസം ഞാനൊരു പത്രസമ്മേളനം നടത്തി. ഇങ്ങനെ ന്യൂനപക്ഷ പ്രകടനം നടത്തില്ല, അവർ ഓടിയാൻ പോകുന്നില്ല. അന്ന് ഈ പൗരത്വ രജിസ്റ്റർ അറിയാം. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി സംസ്ഥാനത്ത് നടന്ന പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് 843 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ആകെ പിൻവലിച്ച കേസ് 112. അത് ആരെ സന്തോഷിപ്പിക്കാനാണ് ഈ കേസ് പിൻവലിക്കാതിരുന്നത്? BJP നേതൃത്വത്തെ സന്തോഷിപ്പിക്കാനാണ് കേസുകൾ പിൻവലിക്കാതിരുന്നത്. അന്ന് ന്യൂനപക്ഷ വോട്ട് കിട്ടിയില്ല എന്ന് കണ്ട ഉടൻ തന്നെ നേരെ മാറി ഇപ്പൊ അവരുടെ ഇപ്പൊ ഭൂരിപക്ഷ പിന്തുണമാണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട്. അതിന് ചില ആളുകളെ കൂടി കൊണ്ടുവന്നിട്ട് ചില ഉപകരണങ്ങൾ കിട്ടുമല്ലോ, അവരെ കൂടി കൊണ്ടുവന്നിട്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരായി പ്രസംഗിപ്പിക്കും. മലപ്പുറത്തിനെതിരായ പ്രസംഗം, ന്യൂനപക്ഷങ്ങൾക്കെതിരായ പ്രസംഗം. ലീഗ് വർഗീയ ശക്തിയല്ല മതേതര ശക്തിയാണെന്ന് ലീഗിന്റെ പുറകെ നടന്നപ്പോ ഒരു കൊല്ലം മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ലീഗിനെ കിട്ടൂലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ലീഗ് വർഗീയ ശക്തിയായി. 4 പതിറ്റാണ്ട് കാലം ഇതെല്ലാം ചെയ്തു വെച്ച ആളുകൾ അവരുടെ കൂടെ കൂടുമ്പോൾ ഇവരെല്ലാം മതേതര പാർട്ടികൾ. കോൺഗ്രസിന് പിന്തുണ കൊടുത്താൽ വർഗീയ പാർട്ടി. ഈ രാഷ്ട്രീയം അവസാനിപ്പിക്കും. ഇതാണ് എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാം. ഈ ജമാഅത്ത് ഇസ്ലാമി CPM മതത്തെ കുറിച്ച് പറയുമ്പോഴും കോൺഗ്രസ് ഇപ്പോഴും കോൺഫിഡന്റ് ആണോ വെൽഫെയർ പാർട്ടി ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറയാം? അല്ല, വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക്, ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞത്, ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. 2019 അവര് ദേശീയ തലത്തിലെ രാഷ്ട്രീയം എടുത്തിട്ട് കോൺഗ്രസ് ദുർബലമാകാൻ പാടില്ല എന്നുകൊണ്ടാണ്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ കൂടെ ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്നവർക്കാണ് അവർ പിന്തുണ കൊടുത്തത്. അതല്ലേ കോയമ്പത്തൂരിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി അവിടെ DMK കോൺഗ്രസ് മുന്നണിയിൽ മത്സരിച്ച CPM സ്ഥാനാർത്ഥിക്ക് അവർ പിന്തുണ കൊടുത്തു. ഇവിടെ കോൺഗ്രസിന് പിന്തുണ കൊടുത്തു. കോൺഗ്രസാണ് അവിടെ ജയിച്ചു വരേണ്ട അവർ തീരുമാനിച്ചു. ഞങ്ങൾ അവരെ തള്ളി പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് അവരുടെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അവരുടെ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലോ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും അവര് ഞങ്ങൾക്ക് പിന്തുണ തന്നു, ഞങ്ങൾ സ്വീകരിച്ചു. കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അവർ ഞങ്ങളുടെ കൂടെ അല്ലായിരുന്നു, CPM-ന്റെ കൂടെ ആയിരുന്നു. CPM സ്ഥാനാർത്ഥിക്കാണ് അവർ പിന്തുണ കൊടുത്തത്. അപ്പൊ CPM സ്ഥാനാർത്ഥിക്ക് നിലമ്പൂരിൽ പിന്തുണ കൊടുക്കുമ്പോൾ കുഴപ്പമില്ല, ഞങ്ങൾ പിന്തുണ കൊടുക്കുകയാണ് കുഴപ്പം. അതെനിക്ക് മനസ്സിലാക്കും. അല്ലല്ലോ, UDF മുന്നണിയിൽ അവരില്ല, ഞങ്ങളുടെ അസോസിയേറ്റ് മെമ്പറുമില്ല. പ്രാദേശിക തലത്തിൽ ചില സീറ്റ് അറേഞ്ച്മെന്റ്സ് വളരെ അപൂർവമായിട്ടുള്ള സ്ഥലങ്ങളിൽ നടന്നു കാണാം.
ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ അത് പൊതുസമൂഹത്തിന്റെ മുന്നിലും UDF സംവിധാനത്തിനുള്ളിലും നിയമപരമായും എല്ലാ വിധത്തിലും നിലനിൽക്കുമ്പോഴും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാഹുലിനെ പുറത്താക്കുന്നത് കോടതി രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനു ശേഷം മാത്രമാണ്. കോടതി രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളുന്നു, മിനിറ്റുകൾക്കുള്ളിൽ രാഹുലിനെ പുറത്താക്കുന്നു. അപ്പൊ അതുവരെ ഈ രാഹുലിനെതിരായി വരുന്ന ആരോപണങ്ങൾ പാർട്ടിക്ക് ബോധ്യപ്പെട്ടിരുന്നില്ലേ? ഇനി അതല്ല, ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നിവൃത്തിയില്ലായ്മ കൊണ്ടുള്ള ഒരു പുറത്താക്കലായിരുന്നു. ഇത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചതിന് മറുപടി പറയാൻ ഒരു മറുപടി പോലും ആ ചോദ്യത്തിന് അർഹിക്കുന്നില്ല. മറുപടി പോലും അർഹിക്കുന്നില്ല. കാരണം ഒരു പരാതി ഞാൻ സംസാരിക്കുമ്പോൾ പറയാം. അങ്ങ് ചോദിച്ചോ മുഴുവൻ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു. എന്നെ ഇടയിൽ പറയാം. ചോദിച്ചു രാഹുലിനെ തള്ളി പറഞ്ഞ ആളായിട്ടും പുറത്താക്കിയത് ജാമ്യാപേക്ഷ തള്ളിയതിനു ശേഷം മാത്രമാണ്. ചോദിക്കട്ടെ, ഒരു പരാതി പോലും ഞങ്ങളുടെ കയ്യിൽ കിട്ടാതെ ഞങ്ങൾ അത് സസ്പെൻഡ് ചെയ്യും. പാർലമെന്റ് പാർട്ടിയിൽ എല്ലാം മാറ്റുന്നു. ഞങ്ങളുടെ മുമ്പിൽ ഒരു പരാതി വന്നു, ഒന്നില്ലേ? ഇപ്പൊ ഒരു പരാതി KPCC പ്രസിഡന്റ് AKG സെന്ററിൽ പൊതിഞ്ഞു വെക്കുന്ന പരാതി പോലെ പൊതിഞ്ഞു വെക്കാതെ ഇമ്മീഡിയറ്റ് പോലീസിലേക്ക് ഞങ്ങൾ എല്ലാ നേതാക്കന്മാരും ഞങ്ങൾ 25 പേര് ചർച്ച ചെയ്തിട്ടുള്ള തീരുമാനമെടുക്കണം. ഞങ്ങൾ പല ജില്ലകളിലാണ്. എന്നിട്ട് പോലും ഞങ്ങൾ ഫോണിലും അല്ലാതെയും ഒക്കെ ബന്ധപ്പെട്ട് 24 മണിക്കൂറിനകം ഞങ്ങളുടെ കയ്യിൽ പരാതി കിട്ടിയപ്പോൾ ആളെ പുറത്താക്കി. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഈ രാജ്യത്ത് ഇങ്ങനെ ചെയ്തു? ആ ചോദ്യം തന്നെ ഞങ്ങൾ ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ അഭിമാനത്തോടുകൂടി നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. മനസ്സിലായില്ലേ? നമ്മുടെ മുമ്പിൽ പരാതി ഇപ്പോഴാണ് വന്നത്. 24 ഹവേഴ്സിനകം തീരുമാനമെടുത്തു. ഇത്രയും പല സ്ഥലത്തായി ഞങ്ങളുടെ നേതൃത്വം ചിതറിക്കിടന്നിട്ട് പോലും ഞങ്ങൾ തീരുമാനം. ഈ പരാതി ഒന്നുകൊണ്ട് നടപടിയെടുത്തോളൂ. ഈ ലൈംഗിക ആരോപണ കേസിൽ വിചാരണ നടന്ന 2 MLA-മാർക്കോ KPCC വൈസ് പ്രസിഡന്റാണ്. അപ്പൊ അവർക്ക് ഇത് ബാധകമല്ലേ? അതൊന്നും ഇതുപോലത്തെ വിഷയമല്ലല്ലോ. ഒരു കേസിൽ അപ്പം തന്നെ കോടതി തന്നെ എൽദോസ് കുന്നപ്പള്ളിക്ക് അപ്പം തന്നെ ജാമ്യം കൊടുത്തു. അപ്പം തന്നെ അദ്ദേഹത്തിന്റെ ജാമ്യത്തിന്റെ മുൻകൂർ ജാമ്യം കൊടുത്തു. കോടതി പോലും കേട്ടില്ല. അപ്പം തന്നെ അതെല്ലാം മാറ്റി. ഞാനിവിടെ ഒരു റേപ്പ് കേസില് ഞാൻ മന്ത്രിസഭയിൽ ലൈംഗിക ആരോപണമുള്ള എത്ര മന്ത്രിമാരുണ്ട്? ലൈംഗിക സ്ത്രീ വിഷയമായി ബന്ധപ്പെട്ട ആരും അവരെല്ലാം ചേർത്ത് വെച്ചിട്ടാണ് പിണറായി വിജയൻ ഇന്നലെ പറയുന്നത് കേട്ടിട്ട് എനിക്ക് തന്നെ ചിരിയുള്ളൂ. പിന്നെ 2 പേരെ കൈ പിടിച്ച് പൊക്കിക്കൊണ്ട് നിൽക്കുക, 2 CPM നേതാക്കൾ. ആ 2 പേര് ഞാൻ പേരൊന്നും പറയില്ല, ഞാനങ്ങനെ പേരൊന്നും പറയില്ല. നിങ്ങൾക്ക് അറിയാല 2 പേര് പുള്ളി പിടിച്ചോണ്ട് പൊക്കിക്കൊണ്ട് നിൽക്കുന്നത് എന്തോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലില്ല എന്നെ കൂടെ പറയിപ്പിക്കില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലില്ല. ആ പരാതി മുഖ്യമന്ത്രി പോലീസിന് അയച്ചിരുന്ന അദ്ദേഹത്തിന് കിട്ടിയ പരാതി, അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ കിട്ടിയ പരാതി പോലീസിന് അയച്ചിരുന്ന ആളിപ്പോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നല്ല പരാതി കിട്ടിയ ആള്. അത് ആരെ പരാതി കൊടുത്തത്? ഞാനൊരു പേര് ഐഡന്റിഫൈ ചെയ്യും. ആ വിക്ടിമിനെ ഐഡന്റിഫൈ ചെയ്യാൻ പാടില്ല നിയമപരമാണ്. അതുകൊണ്ട് ഞാൻ പേര് പറയാത്തത്. കൊടുത്ത പരാതി ആര് കൊടുത്ത പരാതിയാണ് പൊതിഞ്ഞു വെച്ചത്, കയ്യിൽ പൊതിഞ്ഞു വെച്ചത്? ഈ 2 കേസിലും അല്ലല്ല, മറുപടി പറഞ്ഞു. നിർബന്ധിച്ചതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നാണ് ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി പോലും പറഞ്ഞത്. അപ്പോഴും കോൺഗ്രസിന് ബോധ്യം അപ്പൊ തന്നെ തള്ളിയല്ലോ. അപ്പൊ തന്നെ MLA സ്ഥാനത്ത് അദ്ദേഹത്തെ രാജിവെക്കുമോ? അല്ല, അത് ഞങ്ങളുടെ കാര്യമല്ല, ഞങ്ങളുടെ പാർട്ടിക്കാർക്ക് ഇല്ലാത്ത പുറത്താണ്. അല്ല, അതുകൊണ്ടല്ല, ഞങ്ങൾ പുറത്താണ്. അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിക്കാർക്കില്ല, പാർട്ടിയിൽ നിന്ന് പുറത്താക്കില്ല. വേറെ ഏതെങ്കിലും ചോദിച്ചു നോ മോർ ക്വസ്റ്റ്യൻസ്. ഞങ്ങൾ വെരി ക്ലിയർ. പല പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞു, നിങ്ങൾ ചിലത് പ്ലാൻ ചെയ്ത് വന്നിട്ട് അത് മാത്രമേ ഈ സബ്ജക്ട് ആക്കാൻ പറ്റും. ഇനി അതിനെക്കുറിച്ചുള്ള എല്ലാത്തിനും പറഞ്ഞു തരും. ഈ സ്വർണ്ണ ശബരിമല ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ പറയാം. അത് ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ. അതായത് ഇഷ്ടമില്ലാത്ത ചോദ്യം വരുമ്പോ പിന്നെ ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് ദേശാഭിമാനിന്റെ ഒരു ലേഖനെ കുറിച്ച് ഉള്ളൊരു ചോദ്യം ചോദിപ്പിച്ചു. എന്നിട്ട് വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊടുക്കുന്ന സാധനം അദ്ദേഹം അങ്ങനെ തന്നെ വാങ്ങിച്ചു. അതുപോലത്തെ പ്രിപ്പറേഷൻ നടത്തിയിട്ടല്ല ഞാൻ മലപ്പുറത്തെ പുസ്തകത്തിലേക്ക് വന്നു. അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്ത് ഇവിടുത്തെ എത്രയോ പേര് അവർക്ക് വ്യക്തിപരമായിട്ടല്ലേ അവരോട് ഇന്ന ചോദ്യം ചോദിക്കണം, മറ്റത് ചോദിക്കരുത് ഇതൊക്കെ പറഞ്ഞിട്ടല്ലേ പോയത്. നിങ്ങളുടെ പത്രക്കാരോട് ആ പ്രസ് ക്ലബിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിവരങ്ങളൊക്കെ നേരത്തെ കൊടുത്തിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് പ്രസ് ക്ലബിനെ കൊണ്ട് ഇത് ഇറക്കിയിട്ടില്ല. ഒരു പരാതിയില്ലല്ലോ നിങ്ങൾക്ക്. നമ്മളാരും പറഞ്ഞില്ലല്ലോ. നമ്മൾ വന്ന് നിങ്ങളുടെ കൂടെ ഇത് കാപ്പിയെ പിടിച്ചിട്ട് ഇവിടെ കയറി നിങ്ങൾ ആരൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്, നിങ്ങളെ കൂടുതൽ ഭീകരന്മാരുണ്ടോ, വേറെ കുഴപ്പക്കാരുണ്ടോ എന്ന് വേറെ പോലീസിനെ കൊണ്ടൊന്നും പരിശോധന നടത്തിക്കാറില്ല.
ഈ ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ ഇപ്പോഴുള്ള അഭിപ്രായം, അതായത് നേരത്തെയൊക്കെ അവർ വേദികൾ പങ്കിടാറില്ല, ഇപ്പൊ UDF വേദികൾ പങ്കിടുകയാണ്. UDF MLA നേതാക്കൾ പോയി അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉദ്ഘാടനം ചെയ്യണം. ഒരേ വേദി അത് UDF സംവിധാനത്തിന്റെ ഭാഗമായ ഒരു പ്രവർത്തിക്കുകയാണ്. അതൊരു ശരിയായ സമീപനമാണ്. പറഞ്ഞല്ലോ, മറുപടി പറഞ്ഞില്ല. പിന്നെ ഈ വിഷയം സജീവമായി മുന്നോട്ടെ ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു. നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യത്തിൽ പറയുന്നില്ലല്ലോ. ഇത് ആരാണ് ഞങ്ങളെ വിമർശിക്കുന്നത്? ഞാൻ ഈ ഫോട്ടോകളിൽ കാണിക്കണം. അവരുടെ കൂടെ ഇരിക്കുന്ന പടം ഒന്നുകൂടി കാണിക്കാൻ. അവരുടെ കൂടെ ഇരിക്കുന്ന പടം, അവരുടെ അമീറിന്റെ കൂടെ ഇരിക്കുന്ന പടം, ഇത് നടത്തിയ ആളാണ് വന്നിട്ട് നമ്മളോട് ഞങ്ങളെ പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകുന്നുണ്ട്. പ്രാദേശികമായി ചില അറേഞ്ച്മെന്റ്സ് ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. മുന്നണിയിലില്ല എന്ന് പറഞ്ഞല്ലോ. മുന്നണിയിലുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കില്ലേ? മുന്നണിയിലില്ല, മുന്നണിയിലെ അസോസിയേറ്റ് നമ്പറല്ല. ഞങ്ങൾ ഇല്ലാന്ന് നേരത്തെ പറഞ്ഞല്ലോ. അവർ ഞങ്ങളുടെ മുന്നണിയിലെ ഭാഗമായിരിക്കില്ല, ഞങ്ങളുടെ അസോസിയേറ്റ് നമ്പറും ആയിരിക്കില്ല എന്ന് ഒക്കെ നേരത്തെ ഞാൻ പറഞ്ഞു. അതൊക്കെ പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനം, UDF ചർച്ച ചെയ്ത് തീരുമാനം. അടുത്ത കാലത്ത് വരെ മതരാഷ്ട്രവാദം പരസ്യമായിട്ട് പ്രസംഗിച്ച ഒരു പാർട്ടിയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി. അപ്പോ CPM മുമ്പ് കൊണ്ടുനടന്നിരുന്നു ഒരൊറ്റ കാരണം കൊണ്ട് കോൺഗ്രസും അത് തുടരുന്നു എന്ന് പറഞ്ഞത് ന്യായമുണ്ടോ? അതല്ല, അവർക്ക് യാതൊരു കുഴപ്പമില്ല. അവരുടെ കൂടെ കുടുംബം മതേതരം, ഞങ്ങളുടെ കൂടെ കുടുംബം വർഗീയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? ഇപ്പോ എല്ലാ മുസ്ലിം സംഘടനകളുടെ യോഗത്തിൽ അവർ ക്ഷണിക്കപ്പെടാറുണ്ട്. പണ്ട് അവരെ ക്ഷണിക്കില്ല. എല്ലാവരും ഡോക്ടർ എം കെ മുനീറിന് കഴിഞ്ഞ ദിവസം വീണ്ടും സ്ഥിരീകരിച്ചു അവർ മതരാഷ്ട്രവാദികളാണ്. ഞാൻ ഈ CPM മാത്രമല്ല, ഇപ്പൊ കാന്തപുര വിഭാഗം പറയുന്നു, സമസ്തയിലെ ചില നേതാക്കൾ പറയുന്നു ഈ ഒരു യോജിപ്പ് അത്ര നല്ലതല്ല എന്നുള്ള കാര്യം. 2006 തൊട്ട് 2011 വരെ VS ഗവൺമെന്റ് എന്ന സമയത്ത് ഇവര് സിലബസ് കമ്മിറ്റിയില്, കരിക്കുലം കമ്മിറ്റി ഉൾപ്പെടെയുള്ള ഒരുപാട് കമ്മിറ്റികളുണ്ടായിരുന്നു. അന്ന് ഇവരെല്ലാവരും യോജിച്ചുള്ള കമ്മിറ്റിയിൽ ഇരുന്നിരുന്നു. പല കമ്മിറ്റികളിൽ അന്നത്തെ അച്യുതാനന്ദ ഗവൺമെന്റ് കാലത്ത് സർക്കാർ കമ്മിറ്റികളിൽ ഇവരെല്ലാം കൂടി 2006 തൊട്ട് 2011 വരെ പല മുസ്ലിം സംഘടനകളിലെ പ്രതിനിധികളും ഈ സംഘടനയുടെ പ്രതിനിധികൾ അന്ന് അത്രയും വലിയ അടുപ്പമായിരുന്നു. അന്നത്തെ ജമാഅത്തെ ഇസ്ലാമി ഇവരെല്ലാവരും ഒരുമിച്ചിരുന്ന ആളുകളാണ്. നമ്മളെ പഴയ ചരിത്രത്തിലേക്കൊന്നും പോകണ്ട. എന്തുകൊണ്ടായിരിക്കും ആ സംഘടനകൾ ഇപ്പോ അല്ല, അതെനിക്ക് അറിയില്ല. അത് അവരോട് ചോദിക്കണം. അവരോട് ചോദിക്കുന്നില്ല, എന്നോട് ചോദിക്കുന്നത്. അത് നിങ്ങൾ പോയി ചോദിക്കാം അവരോട്. സമസ്ത UDF-നെതിരായ നിങ്ങൾ അവരോട് പോയി ചോദിക്കണ്ടേ? അവരോട് ചോദിക്കുന്നത് ജിഫ്രി തങ്ങൾ പറയേണ്ട മറുപടി VD സതീശൻ പറയണത്. നിങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നല്ല വ്യക്തമായിട്ട് മറുപടി പറയുന്നുണ്ട്. നല്ല പച്ചക്ക് നല്ല മറുപടി പറയുന്നുണ്ട്. നിലമ്പൂരിൽ പറഞ്ഞത് ഈ ജമാഅത്തെ ഇസ്ലാമി മതതീവ്രവാദം ഉപേക്ഷിച്ചു ആ നിലപാടിട്ടുണ്ടോ? മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു. ഈ ശബരിമല വിഷയത്തില് ഹൈക്കോടതി ഒരു SIT നിയമിച്ചത് അങ്ങനെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം പറഞ്ഞത് ഹൈക്കോടതി അപ്പോയിന്റ് ചെയ്ത ഒരു SIT സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഫ്രീസ് ചെയ്തതൊന്നും ഞാൻ പറഞ്ഞു. ഞങ്ങള് CBI അന്വേഷണം വേണമെന്നാണ് ആവശ്യം. പക്ഷെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നേരിട്ട് ഒരു SIT നിയമിച്ചു. അത് ഗവൺമെന്റിനോട് നിയമിക്കാനല്ല പറഞ്ഞു. ഹൈക്കോടതി എന്നെ സെലക്ട് ചെയ്യും. എന്നിട്ട് ഗവൺമെന്റിന് ഒരു റിപ്പോർട്ടും കൊടുക്കുന്നു. റിപ്പോർട്ടെല്ലാം ഹൈക്കോടതിയിലേക്ക് കയറണമെന്ന്. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും. ഞാൻ ഇപ്പോഴും SIT സംശയിക്കുന്നില്ല. കാരണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കും. പക്ഷെ അവരുടെ മീതെ അതിശക്തമായ പ്രശ്നമുണ്ട്. ഇത് ഒന്നും വൈകിപ്പിക്കാം. കാരണം അവര് പോലീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥരല്ലേ. പോലീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അതിശക്തമായ സമ്മർദ്ദമുണ്ട്. ഈ സമ്മർദ്ദം അവരുടെ മീതെ നേരെ വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ എല്ലാ തെളിവുകളും വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ വേറെ ഒന്നുമില്ലാത്തതുകൊണ്ടും കോടതി നേരിട്ട് ഇടപെടുന്നതുകൊണ്ടും വാസുവിനെ അറസ്റ്റ് ചെയ്തു. പിന്നെ അക്കൗമാരുടെ കാര്യത്തിൽ സമ്മർദ്ദം ഉണ്ടായില്ല. കാരണം അക്കൗമാരുടെ കാര്യത്തിൽ കുറെ കൂടെ തെളിവുകൾ ഇപ്പൊ പറഞ്ഞല്ലോ. 2 കേസിൽ അക്കൗമാർ പ്രതിയായിക്കാം. 2 കേസിൽ അതായി. ഇതിപ്പോ ഒരു ഡിലേ. ഞാൻ SIT-യിലെ സംശയം പ്രകടിപ്പിക്കുക. SIT-യുടെ മീതെ സമ്മർദ്ദം ഉണ്ടെന്നാണ്. ഭയങ്കര സമ്മർദ്ദം ചെലുത്തുവാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. അവരെല്ലാം പോലീസ് ഉദ്യോഗസ്ഥരല്ലേ. പത്മകുമാർ പറഞ്ഞു പിന്നെ തന്ത്രിയാണ് കൊച്ചിയെ പരിചയപ്പെടുത്തി കൊടുത്തത്. തന്ത്രിയാണ് ഈ വൻതോക്ക് എന്ന് മാത്രമല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. തന്ത്രിയുടെ പേര് മാത്രമല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. തന്ത്രിയുടെ പേര് മാത്രമല്ല കോടതി സൂചിപ്പിച്ച വൻതോക്ക് അല്ല തന്ത്രിയുടെ മാത്രമല്ലല്ലോ പറഞ്ഞത്. തന്ത്രിക്ക് അധികാരമില്ലാത്തതാണ്. അധികാരം ഉള്ള ആളുകളാണ്. കോടതി പറഞ്ഞിരിക്കുന്ന അധികാരമുള്ള വൻതോക്കാണ്.
ഈ 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ആരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കടകംപള്ളി സുരേന്ദ്രനോട് ഞാൻ ചോദിച്ചില്ല, ഏത് കോടീശ്വരനാണ് ഇത് കൊണ്ടുപോയി വിറ്റതെന്ന് ഞാൻ ചോദിച്ചല്ലോ. കടകംപള്ളി സുരേന്ദ്രനും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് 2018-ലും 2019-ലും ഉള്ള ഗാഢമായ ബന്ധത്തിന്റെ തെളിവുകൾ എന്റെ കയ്യിൽ. ഈ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്താണ് ഗുരുവായൂരും വൈദ്യക്ഷേത്രത്തിലേക്ക് ഇത്തരം സമാനമായ മോഷണം നടന്നത്. അതിലൊന്നും തുണ്ടി മുതൽ കണ്ടെടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ള ആരോപണം. അത് ഇന്നലെ ഗോവിന്ദ മാഷ് അബദ്ധം പറഞ്ഞു. അത് താങ്കൾ ഇവിടെ വന്നിട്ട് ആവർത്തിക്കുകയാണ്. അതായത് ഗുരുവായൂരിൽ ഒരു ആഭരണം നഷ്ടപ്പെട്ടു. ആഭരണം നഷ്ടപ്പെട്ടപ്പോ കാലാവധി പൂർത്തിയാക്കിയ മേൽശാന്തിയുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ പുതിയ മേൽശാന്തി വന്ന് കണക്കെടുത്തപ്പോഴാണ് ഇത് കാണാൻ. അപ്പൊ പിരിഞ്ഞുപോയ മേൽശാന്തിയുടെ കയ്യിൽ നിന്ന് പണം ഈടാക്കി 50,000 രൂപ ഈടാക്കി. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഒരു മാധ്യമ സ്ഥാപനത്തിൽ, ഇത് ഓർമ്മ മാതൃഭൂമിയാണ്, ഒരു ഫോൺ വന്നു. അത് മണിക്കിണറിൽ കിടക്കുന്നുണ്ട്, ചെളിയിൽ പൊതിഞ്ഞ് കിടക്കുന്നുണ്ട്. ഈ നമ്പൂതിരി കുറ്റക്കാരനല്ല. ഈ നമ്പൂതിരിയെ പ്രതിയാക്കാൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് ഒരാൾ ചെയ്തതാണ് എന്ന് പറഞ്ഞ് ഫോണും വന്നു, വിവരങ്ങളും വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മണിക്കിണർ വട്ടിച്ചു. ഇത് തിരിച്ചു കിട്ടി. അത് ഗൗരവമായ അറിഞ്ഞില്ല. അത് എന്നിട്ട് ഒരു എത്രയോ വർഷക്കാലം കെ കരുണാകരൻ ഗുരുവായൂരിലെ തിരുവാഭരണം മോഷ്ടിച്ചതാണ് എന്നുവരെ പ്രചരണം നടത്തി CPM. കെ കരുണാകരൻ, ഈ കേരളം കണ്ട ഏറ്റവും വലിയ ഗുരുവായൂരപ്പ ഭക്തനായ ആ വലിയ മനുഷ്യൻ തിരുവാഭരണം അടിച്ചു മാറ്റിയെന്ന് കേരളം മുഴുവൻ പ്രചരണം നടത്തിയ വൃത്തികെട്ട പാർട്ടിയാണ് CPM. വൃത്തികെട്ട പാർട്ടി കെ കരുണാകരനെ കുറിച്ച്. ആ തിരുവാഭരണമാണ് മണിക്കിണറിലെ ചെളിയിൽ കൊണ്ടുകിടന്നത്. മണിക്കിണർ വറ്റിച്ചപ്പോൾ തിരിച്ചു കിട്ടി. അത് ആ തന്ത്രിയെ മേൽശാന്തിയെ കൊടുക്കാൻ വേണ്ടി ആരോ ചെയ്തതാണ്. ഇതല്ല, അത് മറ്റേ കള്ളന്മാരാണ്. ഏറ്റുമാനത്തെ ഞാൻ പറയാം, അത് കള്ളന്മാരാണ്. അതായത് പ്രൊഫഷണൽ കള്ളന്മാർ, സ്റ്റീഫനെ പോലുള്ള പ്രൊഫഷണൽ കള്ളന്മാർ. CPM-ൽ ഇത്രയും പ്രൊഫഷണൽ കള്ളന്മാരുണ്ടെന്ന് നമ്മൾ ഇപ്പോഴാണ് മനസ്സിലായില്ല. മറുപടി മനസ്സിലായില്ല. ഇത്രയും വലിയ പ്രൊഫഷണൽ കള്ളന്മാർ. അതായത് ദ്വാരപാലക ശില്പം, സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പം കോടതിയാവുന്നത്, അത് പൂശാനെന്നുള്ള വ്യാജേന അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി ഒരു കോടീശ്വരത്തിന് വിറ്റു. എന്നിട്ട് വ്യാജമായി ചെമ്പിൽ ഈ ദ്വാരപാലക ശില്പം ഉണ്ടാക്കി. എന്നിട്ട് അത് പോയി ഇവിടുന്ന് പൂശിക്കൊണ്ടുവന്നു. എവിടെ പോയി? മറ്റത് പൊതിഞ്ഞതായിരുന്നു. ചെന്നൈ പോയി പൂശിക്കൊണ്ടുവന്നു. ഇറ്റ് വാസ് സോൾഡ് ടു എ വിൽഫുൾ പർച്ചേസർ എന്നാണ് കോടതി പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞത്, ഇത്രയും ചോദിച്ചോണ്ട് പറഞ്ഞില്ല. ഇത്രയും ചോദിച്ചോണ്ടൊന്നും പറഞ്ഞില്ല. കോടതി ഒരു കാര്യം പറഞ്ഞു. 2019 ഈ കൊള്ള നടന്നത് ഇപ്പൊ ഉള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. എന്നിട്ടും വീണ്ടും സാധാരണ കള്ളന്മാരെന്താ ചെയ്യുന്നത്? ഒരു പ്രാവശ്യം മോഷ്ടിച്ചാൽ കൂടുതൽ ആരും അറിഞ്ഞില്ലെങ്കിൽ വീണ്ടും കാണും. അത് തന്നെയാണ് ശബരിമലയിൽ നടന്നത്. വീണ്ടും 2024 ആയപ്പോ അപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനൊക്കെ കൂടി ഒന്നും കൂടി പൂശാനാവില്ല. ഇത് എന്തിനാണ് മനസ്സിലായി? 5 കൊല്ലം മുമ്പ് കോടിയോളം ഉണ്ടാക്കിയതാണ്. അപ്പോ തിരുവാഭരണ കമ്മീഷണർക്ക് കത്ത് കൊടുത്തു ഇത് പുറത്തേക്ക് കൊണ്ടുപോയത്. അപ്പോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് പറഞ്ഞു കൊണ്ടുപോയേ പറ്റുള്ളൂ. ഇത് മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ തന്നെ കൊടുത്തു വിടാൻ പാടുന്നു കോടതി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് കക്കാൻ നോക്കിയതാണ്. കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അയ്യപ്പന്റെ തങ്ക വിഗ്രഹവും പോലെ അടിച്ചു മാറ്റിയത്. ഇത്രയും വലിയ മോഷ്ടാക്കൾക്ക് കുട പിടിച്ചു കൊടുക്കാൻ ഒരു പാർട്ടി ഒരു നടപടി പോലും എടുക്കാതെ അത് നല്ല ഒരു ട്രോൾ വന്നല്ലോ. അതായത് മുകേഷ് ജനപ്രതിനിധി അല്ല, അതുകൊണ്ട് നടപടിയില്ല. പത്മകുമാർ ജനപ്രതിനിധി അല്ല, പാർട്ടിക്കാരാണ്, അതുകൊണ്ട് നടപടിയില്ല. ഇതൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കാന്ന് വിചാരിച്ചാൽ ഈ കാലിക്കറ്റ് സർവകലാശാല വേറെ ആരെയും ചോദിക്കുമ്പോൾ ഇത് തന്നെ വന്നിരുന്നത് ഒരാളും ഇപ്പൊ താങ്കൾ ഇപ്പോൾ പറഞ്ഞ കടകംപള്ളി വിഷയമുണ്ടല്ലോ, ആ വിഷയത്തില് കടകംപള്ളി സുരേന്ദ്രൻ താങ്കൾക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. താങ്കൾ അതിനെതിരെ തടസ്സ ഹർജി കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ടാണ്. ഞാനിത് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മാനം നഷ്ടമായതുകൊണ്ട് 2 കോടി രൂപ നഷ്ടം മാനത്തിനുണ്ടായതുകൊണ്ടാണ് എനിക്ക് നോട്ടീസ് അയച്ചത്. 2 കോടി രൂപ ഞാൻ നഷ്ടപരിഹാരം കൊടുക്കുന്നു. അപ്പോഴാണ് ഞാൻ മറുപടി അയച്ചു. അപ്പൊ അദ്ദേഹം കോടതിയിൽ കേസ് കൊടുത്തപ്പോ 2 കോടിയുടെ മാനം 10 ലക്ഷം രൂപ കുറഞ്ഞു. ഇപ്പൊ 10 ലക്ഷത്തിന്റെ മാനത്തിലേ കൊടുത്തിട്ടില്ല. കേടാ, അതുകൊണ്ട് 10 ലക്ഷത്തിന്റെ മാനം. ഞാൻ പറഞ്ഞ എന്റെയും തെളിവുണ്ട്. അദ്ദേഹവും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തിന്റെ തെളിവുകൾ എന്റെ കയ്യിലാണ്. അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് പ്രകീർത്തിച്ച് സംസാരിച്ചത് ഉൾപ്പെടെയുള്ള
ഒരുപാട് കാര്യങ്ങൾ എന്റെ കയ്യിൽ. ഞാനൊരു പണി വക്കില്ല, ഞാൻ കേസ് നടത്തിക്കണം, കോടതി പറഞ്ഞോളാം. പിന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനുകളിൽ UDF-ന്റെ നില വളരെ ദയനീയം, 5-1. അപ്പൊ അന്ന് പറഞ്ഞു തിരിച്ചുവരവാണല്ലോ. ഏത് തരത്തിലുള്ള തിരിച്ചുവരവ് എങ്ങനെയൊക്കെ ആയിരിക്കും അതിന്റെ ഒരു ചിത്രം? ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത്, ഞങ്ങൾക്ക് 3 ജില്ലാ പഞ്ചായത്ത്, ഞങ്ങൾക്ക് 8 ജില്ലാ പഞ്ചായത്ത്, 9 ജില്ലാ പഞ്ചായത്തും വരെ ജയിക്കാനുള്ള സാധ്യതയാണ്. കോർപ്പറേഷനകത്ത് 6 4 കിട്ടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഒരെണ്ണം ഞാൻ പേര് പറഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ ഒരു സ്ഥലത്ത് നല്ല ടൈറ്റ് ഫൈറ്റ് നടക്കാം, 5ാമത്തെ സ്ഥലത്ത്. അത്ര ഉജ്ജ്വലമായ വിജയമാണ് ഞങ്ങൾ. നഗരസഭകൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരു പ്ലസ് ഉണ്ടായിരുന്നു ഞങ്ങൾ. ഇപ്രാവശ്യം അതൊരു 75%, 80% നഗരസഭകളാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തില് മുൻ MLA-മാരടക്കം സ്ഥാനാർത്ഥികളായിട്ട് പ്രഖ്യാപിച്ച ഒരു അഡ്വാൻറ്റേജും ഒരു സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് കോൺഗ്രസിനുണ്ടായിരുന്നു, UDF-നുണ്ടായിരുന്നു. പിന്നീട് വന്ന വിവാദങ്ങൾ മൂലം വിചാരിച്ച പോലെ ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ നിന്ന് പിന്നോട്ട് പോകുന്നു. ഞങ്ങൾ നന്നായിട്ട് ഞങ്ങൾ അയച്ച കുറ്റപത്രവും ഞങ്ങൾ ഇവരെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ ഞങ്ങൾ വന്നാൽ എന്ത് ചെയ്യുന്നതിന്റെ ഓൾട്ടർനേറ്റീവ് ബന്ധത്തിൽ ഞങ്ങളുടെ മാനിഫെസ്റ്റോ താഴെ തട്ടുവരെ ചർച്ച ചെയ്തു. താഴെ തട്ടുവരെ CPM നോക്കിയതാണ് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് ഈ ശബരിമല വിഷയം ഒന്ന് സൈഡ് ചെയ്യാനും സർക്കാരിനെതിരായിട്ടുള്ള ആന്റി ഇൻകംബൻസി ചർച്ച ചെയ്യാതിരിക്കാനും ശ്രമം CPM നടത്തി. അല്ല, അതൊന്നും ചർച്ചയൊന്നും പോലും. ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ട നിശ്ചയിച്ചത് ഞാൻ അഭിമാനത്തോടെ പറയുന്നു, പ്രതിപക്ഷമാണ്, UDF ആണ് ഈ തെരഞ്ഞെടുപ്പിലെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലെ അജണ്ട നിശ്ചയിച്ചത്. UDF നിശ്ചയിച്ച അജണ്ടയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാറ്. ഇനി വേറെ അജണ്ട കൊണ്ടുവരാൻ നോക്കിയെങ്കിലും അതും ഞങ്ങൾക്ക് അനുകൂലമാവുകയും അതിൽ CPM വീണ്ടും പ്രതിരോധത്തിലാവുകയും ചെയ്യും. നേരത്തെ കുറെ ചോദ്യം ചോദിച്ച വിഷയത്തെ അതിൽ ഞങ്ങൾ അഭിമാനത്തോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുകയും CPM-ന്റെ പഴയ കേസുകളെല്ലാം കൊണ്ട് അവർ പ്രതിരോധത്തിൽ നിൽക്കുകയും ചെയ്യാം. വിഷയത്തിൽ അഭിമാനത്തോടെയാണ് നിൽക്കുന്നത്. കോൺഗ്രസിലെ യുവ നേതാക്കൾ അവരുടെ പെരുമാറ്റം മാഫിയകളെ പോലെയാണ് എന്ന് LDF-ന്റെ നേതാക്കളുടെ സ്വകാര്യന്റെ ആരോപണം. കാരണം വളരെ മര്യാദ കിട്ട പെരുമാറ്റമാണ് യുവ നേതാക്കൾ മറ്റ് മുതിർന്ന നേതാക്കൾക്ക് നേരെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ നിയന്ത്രിക്കുന്നില്ല കോൺഗ്രസ് നേതാക്കൾ എന്നൊരു ആരോപണം. അല്ല, അതില് ഈ CPM-ന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് വളരെ ഈ പറയുന്ന ആളുകളുടെ പേരിൽ വന്നിട്ട് കോൺഗ്രസ് നേതാക്കന്മാരെ വ്യാപകമായ ആക്രമിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഞങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. CPM ഹാൻഡിൽസിലൂടെ ഈ പേര് പറഞ്ഞ് ഇത് കോൺഗ്രസിന്റെ അകത്തൊരു ഇന്റേണൽ പ്രോബ്ലം കൊണ്ട് വലിച്ചിട്ട് ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നു. പിന്നെ ഞങ്ങളുടെ ചെറുപ്പക്കാരെ അദ്ദേഹം ഒന്നും മര്യാദ പഠിക്കില്ല. കാരണം ഞാൻ അതിന്റെ ഭാഗങ്ങൾ മുഴുവൻ പറയാനാണ് സമയം പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ മര്യാദയെ കുറിച്ചുള്ള ബാക്ക്ഗ്രൗണ്ടൊന്നും ഞാൻ പറഞ്ഞു. അദ്ദേഹം VS അച്യുതാനന്ദനെ പോലുള്ള ഒരു മുതിർന്ന നേതാവിനെ കുറിച്ച് പറഞ്ഞ കമന്റ്, പിരപ്പങ്കോട് മുരളിയെ പോലുള്ള ഒരു മുൻ MLA പറഞ്ഞത് ഇപ്പോഴും രേഖകളിൽ മുതിർന്ന VS അച്യുതാനന്ദനെ ഞാനായിരുന്നു 2006 അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പ്രതിപക്ഷത്തെ ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ കൊണ്ടുവന്നത്. ഞാൻ ഒരു വാക്കുപോലും പ്രതിപക്ഷത്തിരുന്നാൽ ഞാൻ ചെറുപ്പമല്ലേ, ഒരു വാക്കുപോലും അദ്ദേഹത്തിനുള്ള ബഹുമാനം കളഞ്ഞ് ഞാൻ സംസാരിക്കില്ല. ഒരു വാക്കുപോലും. അദ്ദേഹത്തെ കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞൊരാളാണ്. ഞങ്ങളുടെ ചെറുപ്പക്കാര് ഞങ്ങളുടെ നേതാക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കാൻ ക്ലാസ് എടുക്കാൻ പറ്റില്ല. ക്ലിയർ ആയോ? മറ്റേ താങ്കൾ പറഞ്ഞു UDF ലീഗാരും ലീഗാരും കോൺഗ്രസ് ഒരുമിച്ച് മത്സരിക്കും. ഈ ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം പൊന്മുണ്ട പഞ്ചായത്തിൽ ലീഗ് കോൺഗ്രസും എതിരായി മത്സരിക്കും. കോൺഗ്രസ് CPM-ഉമായിട്ട് അത് ഞങ്ങൾ ആ കമ്മിറ്റി പിരിച്ചുവിട്ടു. അത് ഞങ്ങൾ അതല്ലേ കോൺഗ്രസ് അപ്പൊ ആക്റ്റീവ്. കോൺഗ്രസ് UDF ആണ് പ്രധാനം, മനസ്സിലായില്ലേ? പണ്ട് എത്രയുണ്ടായിരുന്നു? 32 പണ്ട്. ഇപ്പോഴാ ആ 20 കൊല്ലം കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിലൊക്കെ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലേ? അപ്പൊ ഭംഗിയായിട്ടാണ് പോകുന്നത്. ഇപ്പൊ ടീം UDF എന്ന് പറഞ്ഞത് ഞാൻ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്കൊന്നും ഇഷ്ടമായില്ല. നിലമ്പൂര് കണ്ടല്ലോ റിസൾട്ട് വന്നപ്പോ. മലപ്പുറം ജില്ലയിലെ മാധ്യമപ്രവർത്തകർക്കെങ്കിലും ബോധ്യമായല്ലോ ടീം UDF-ന്റെ ശക്തി എന്നാണ്. ഇനി കാണാൻ പോകുന്നില്ല. ശരി, നമ്മൾ അവസാനിപ്പിക്കാം. ഈ പരിപാടി